നീ എന്തിനാ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അത് ശരി, ഇത്ര ചെറിയ കാര്യത്തിന് നിങ്ങക്ക് ദേഷ്യം വന്നോ? അപ്പൊ നിങ്ങൾ ആരാണെന്ന് പറയാതെ എന്നെയും എന്റെ അച്ഛനെയും ഇത്രയും നാൾ ടോർച്ചർ ചെയ്തേന് അപ്പൊ ഞാൻ നിങ്ങളോട് എത്ര ദേഷ്യപ്പെടണം? സുപ്രിയയുടെ ബ്രദറാണ് നിങ്ങളെന്ന് എന്തിനാ എന്നോട് മറച്ചു വെച്ചേ? അതൊക്കെ നിന്നോട് പറയണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങൾ ശരിക്കും CBI തന്നെയാണോ? എന്താ സംശയം? നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ചതിയനാ നിങ്ങള്. അതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം? എനിക്കുണ്ടായ നഷ്ടം പോലെ ഈ ലോകത്ത് വേറൊരു പെണ്ണിനുണ്ടായിട്ടുണ്ടാവില്ല. ഞാനിപ്പോ ഹിറ്റ്ലറിന്റെ ഭാര്യയാ. പക്ഷെ രാവും പകലും അയാൾക്ക് നിങ്ങളുടെ അനിയത്തിയെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. സുപ്രിയ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും അയാൾക്ക് കണ്ണിൽ പിടിക്കില്ല. എന്റെ കഴുത്തിൽ അറിയാതെയാണെങ്കിലും താലി കെട്ടിയ ആൾ അടിയിക്കെ. പക്ഷെ എന്നെ ഒരു റോബോട്ടായിട്ട് മാത്രമേ ഇന്ന് വരെ അയാൾ കണ്ടിട്ടുള്ളൂ. ഏതൊരു പെണ്ണ ഇങ്ങനെ ഒരു ഭർത്താവിനെ ആഗ്രഹിക്കുന്നത്? ഇവിടെ നിന്ന് രക്ഷപ്പെട്ട എന്നെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ വീണ്ടും ഇവിടേക്ക് തള്ളിയിട്ടു. എന്നിട്ടിപ്പോ സുപ്രിയയുടെ ബ്രദറായിട്ട് അവതരിച്ചിരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാ, ഞാൻ സുപ്രിയയുടെ ബ്രദറാ, DKയുടെ അളിയൻ. പക്ഷേ DK എന്റെ ശത്രുവാ. അതുകൊണ്ട് ആ തെളിവ് ശേഖരിക്കാൻ ഞാൻ നിന്നെ തന്നെ ഉപയോഗിച്ചത്. പക്ഷെ നീയോ വന്ന കാര്യം മറന്നു. ഇവിടെ ആഘോഷമായിട്ട് കൂടി DKയുടെ ഭാര്യയായി. നിന്നെ കൊണ്ട് ഒരു തെളിവും ശേഖരിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ടാ ഇപ്പൊ ഞാൻ തന്നെ നേരിട്ട് വന്നത്. ആ മൂർത്തി കാരണം DKയുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് എനിക്കൊരു ഉഗ്രൻ എൻട്രിയും കിട്ടി. നിങ്ങൾ എങ്ങനെ വന്നാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. DKയോടുള്ള ദേഷ്യം കൊണ്ട് അന്ന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് സമ്മതിച്ചു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തത് DK അല്ലാന്ന്. അത് മാത്രമല്ല, DK ജീവിക്കുന്നത് ഇപ്പോഴും സുപ്രിയയ്ക്ക് വേണ്ടിട്ടാ. സുപ്രിയ മരിച്ചുവെന്ന് DKക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ പൊന്ന് CBI, എനിക്ക് ആദ്യം പറ്റിയതുപോലെ നിങ്ങൾക്ക് എവിടെയോ തെറ്റുപറ്റി. DK ഒരിക്കലും സുപ്രിയ ഒന്ന് നുള്ളി നോവിക്ക് പോലും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നല്ലേ കൊല്ലുന്നേ? നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. നിന്റെ ഉപദേശം എന്നോട് വേണ്ട. നിനക്ക് യഥാർത്ഥ DK അറിയില്ല. സുപ്രിയോടുള്ള DKയുടെ അമിത സ്നേഹം ഒരു മുഖംമൂടിയാണ്. അത് ഞാൻ തെളിയിക്കും. നിങ്ങൾക്കതിന് കഴിയില്ല. സുപ്രിയ നിങ്ങളുടെ അനിയത്തിയായിരിക്കാം, പക്ഷെ അനിയത്തി ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് സുപ്രിയ മനസ്സിലാവും. കാരണം ഞാനൊരു പെണ്ണ. DK സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബേക്കറിക്കാരിയാണ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് DK ഒരിക്കലും സുപ്രിയെ കൊല്ലില്ല. കൊല്ലാൻ പറ്റില്ല. അത് ഞാൻ തെളിയിക്കും. നീ എന്തേ കാണിക്കുന്നേ? ഞാനിത് വായിക്കുന്നത് സുപ്രിയയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇന്നവളില്ല. അവളെ കൊന്നു. അതിന്റെ തെളിവ് ഇവിടെ തന്നെയുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, കുറ്റവാളിയെ സഹായിക്കുന്ന ആളും ക്രിമിനൽ കുറ്റം തന്നെയാണ് ചെയ്യുന്നത്. ഈ കേസില് നീയും അകത്തു പോകും. ഒന്ന് പോണം മിസ്റ്റർ CBI. നിങ്ങൾക്ക് DK ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇതെന്നോടുള്ള ചലഞ്ചാണെങ്കിൽ ഇതിൽ നീ തോറ്റുപോകും. ഇനി എനിക്കിതൊരു ചലഞ്ച് തന്നെയാണ്. എന്ത് വില കൊടുത്തും DK ഞാൻ രക്ഷിക്കും. ഈ പറയുന്നത് നിങ്ങൾ കണ്ട പഴയ ജ്യോതിയല്ല. DKയുടെ ഹൃദയത്തിലെ നന്മ മനസ്സിലാക്കിയ പുതിയ ജ്യോതിയാണ്. മിസ് അതെ, കിട്ടേണ്ടത് കിട്ടിയപ്പോ നിനക്ക് സമാധാനമായോ? രണ്ടാം ഭാര്യയ്ക്ക് DK കൊടുക്കുന്ന വില മനസ്സിലായോ? ഇനി നീ എത്ര കരഞ്ഞാലും DK നിന്നോട് ഒരു സെന്റിമെന്റ്സും കാണിക്കില്ല. ജീവിതം കൊടുക്കുന്നവനല്ല, ജീവിതം എടുക്കുന്നവനാ DK. നീ ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. തെളിവുകൾ കണ്ടെത്തണം.
DK ജയിലടക്കണം. അപ്പോ DKയുടെ സ്വത്തിൽ നല്ലൊരു ഭാഗം നിനക്ക് നഷ്ടപരിഹാരമായി കിട്ടും. നിനക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാം. സ്റ്റോപ്പ് ഇറ്റ്. താൻ എന്താ പറഞ്ഞ? DK ഞാൻ ചതിക്കാനോ? തന്നെ DK എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് തനിക്കറിയോ? അതെങ്ങനെയാ? DK തന്നെ താൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത്രയും നാൾ ഞാനും ഇരുട്ടിലായിരുന്നു. എന്നെ കല്യാണം കഴിക്കാൻ DK എന്റെ അനിയത്തിയെ കിഡ്നാപ്പ് ചെയ്തു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, DKക്ക് അതിൽ ഒരു പങ്കുമില്ല. സുപ്രയെ പോലെ ഹിറ്റ്ലർ എന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഒന്ന് നിങ്ങൾ അറിഞ്ഞോ, ഹിറ്റ്ലറിന്റെ മനസ്സിൽ ഭാര്യയുടെ സ്ഥാനത്ത് എന്നും നിങ്ങളുടെ അനിയത്തി മാത്രമേ ഉള്ളൂ. അതൊന്നും പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവും. കാരണം ഞാനൊരു പെണ്ണ. മണ്ടത്തരം പറയാതെ. നിനക്കിനിയും ബുദ്ധി ഉറച്ചിട്ടില്ലേ? നിന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ അവൻ നേരിട്ട് നിന്നോട് തന്നെ പറഞ്ഞിട്ടും നീ ഇപ്പോഴും അവനെ വിശ്വസിക്കുന്നുണ്ടോ? കഷ്ടം. അവനൊരു കൊലപാതകിയാണ്. ജയിലിൽ കിടക്കേണ്ടവൻ. അത് മറക്കരുത്. മതി. സുപ്രിയെ കൊന്നത് DK ആണെന്ന് നിങ്ങൾ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആദ്യം ഞാനും കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയി. പക്ഷെ ഇപ്പോ എനിക്കറിയാം DK ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. നിങ്ങളുടെ ഈ ഡബിൾ ഗെയിം ഉണ്ടല്ലോ, ഇത് ഞാൻ DKയെ അറിയിച്ചിരിക്കും. നോക്കിക്കോ. ജേട്ടനെ പറ്റി നീ എന്താ DKയോട് പറയാൻ പോകുന്ന? അല്ല, അത് പിന്നെ കേസ് ഇദ്ദേഹത്തിന് പുതിയ എന്തോ ഒരു കേസ് വന്നെന്ന്. അതുകൊണ്ട് ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞു അല്ലേ? DK സമ്മതിക്കുമെന്നറിയില്ല. അപ്പോ അത് പറഞ്ഞപ്പോ കേസാണ് മുഖ്യമെന്നാ ഇദ്ദേഹം പറയുന്നേ. അതാ ഞാൻ DKയോട് പറയുന്നു പറഞ്ഞേ. അല്ലേ? അല്ലേ? അതേന്ന് പറ. അതെ, എനിക്ക് പുതിയൊരു അന്വേഷണത്തിന് പോയേ പറ്റൂ. കേസിന്റെ കാര്യമല്ലേ, നമുക്ക് പിന്നെ അത് തടയാനൊന്നും പറ്റില്ലല്ലോ. എന്റെ കൃഷ്ണ രക്ഷിക്കണേ. സീബയുടെ കാര്യത്തിൽ ഇനി ക്ഷമിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അയാൾ എന്തെങ്കിലും കള്ളത്തെളിവുണ്ടാക്കി DKയെ ജയിലിലടയ്ക്കും. അതിനു മുമ്പ് DKയോട് എല്ലാം പറയണം. ഇനിയെങ്കിലും ഞങ്ങൾ ഉപദ്രവിക്കരുത് പ്ലീസ്. ഇപ്പൊ പറയുന്നത് കേട്ടോ. ഇനി നീ പ്രിയെ ഒഴിവാക്കിയില്ലെങ്കിൽ എന്നെ ഞാൻ കൊല്ലും. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം DKയെ അറിയിക്കും. കേട്ടോ, എന്നുവെച്ചാ നിന്റെ അനിയത്തി ഒരിക്കലും സന്തോഷിക്കരുത്. അതല്ല നിന്റെ ആഗ്രഹം. പ്രിയയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിച്ച് അവള് സുഖമായിട്ട് ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല. അതല്ലേ സത്യം? ഇല്ലടാ, നീ എന്ത് പറഞ്ഞാലും പ്രിയെ നീ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
ഹലോ ഹലോ പ്രിയമോളെ, ഞാൻ പറയുന്നത് വേണ്ട, ഇനി ഒന്നും പറയണ്ട. എല്ലാം ഞാൻ കേട്ടു. പാവം എന്റെ അവിനാശ് ആയതുകൊണ്ടാ ഇത്രയും നാളെ എനിക്ക് വേണ്ടി കാത്തിരുന്ന്. ഇതുവരെ ചേച്ചി പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. ചേച്ചി ഞങ്ങൾ തമ്മിൽ മനഃപൂർവ്വം പിരിക്കാൻ നോക്കുന്നത്. പ്രിയ, അവൻ ചതിക്കാണ്. അവൻ പറയുന്ന നീ വിശ്വസിക്കരുത്. മതി, ചേച്ചി ഇനി ഒന്നും പറയണ്ട. അവിനാശിന്റെ കാര്യത്തിൽ ഇനി മേലെ ചേച്ചി ഇടപെടരുത്. ദേ, ഞാൻ പറയുന്നത് കേൾക്കാതെ ഇനി അവിനാശിനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയാ നിങ്ങൾ എന്റെ ചേച്ചിയാണെന്ന് ഞാൻ ചിലപ്പോ മറന്നു പോയിന്ന് വരും. മേലിൽ ഈ ഫോണിലേക്ക് വിളിക്കരുത്. ഹലോ പ്രിയ, മോളെ പ്രിയ. പ്രിയ, കൂൾ കൂൾ. അവിനാശ്, ചേച്ചി പറയുന്നത് ഇനി നീ കാര്യമാക്കണ്ട. ഞാനിനി അവരെ വിശ്വസിക്കില്ല. പ്രിയെ രക്ഷിക്കാൻ ഞാൻ എഴുതിയത് അവൻ മാറ്റിക്കളഞ്ഞു. നീ എന്തിനാ കരയുന്ന സൂര്യ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. എനിക്കെല്ലാം അറിയാം. അധികം താമസിയാതെ നീ ഇവിടെ എഴുന്നേക്കും. സത്യങ്ങൾ തുറന്നു പറയും. പ്രിയ അവന്റെ കെണിയിൽ നിന്ന് രക്ഷിച്ച് അവനെ ജയിലിലടയ്ക്കാതെ ഞാൻ ഇനി വിശ്രമിക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കാതെ ഇനി അവിനാശിനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയാ നിങ്ങൾ എന്റെ ചേച്ചിയാണെന്ന് ഞാൻ ചിലപ്പോ മറന്നു പോയിന്ന് വരും. ചേട്ടാ, ഈ മാരകായുധങ്ങളൊക്കെ എന്തിനാ? എന്റെ ജോലിക്ക്. ജോലിയോ? ബ്ലാക്ക് മെയിലിംഗും കിഡ്നാപ്പിംഗും ഒക്കെ എന്റെ ജോലിയാണെന്നല്ലേ നീ പറയുന്നത്? അപ്പൊ പിന്നെ ഇതൊക്കെ വേണ്ടേ? അത് ഞാൻ പണ്ട് പറഞ്ഞതല്ലേ. ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? ഞാൻ ഫ്രോഡ് ആണെന്ന് നീ പ്രൂവ് ചെയ്യുന്നല്ലേ പ്രഖ്യാപിച്ചത്.
എന്നിട്ടിപ്പോ നീ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാവുന്ന പരിപാടിയാണോ നോക്കുന്നത്? അതെ, ഉള്ളി കിലോയ്ക്ക് 15 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു. വാങ്ങിക്കാൻ പോകുന്നുണ്ടോ? തിരുവനന്തപുരത്ത് എന്റെ ഫ്രണ്ടിന്റെ ഒരു മാരേജ് ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ വരെ ഒന്ന് സൈക്കിളിൽ പോണം. നിന്റെ തലയുടെ പിരി മുഴുവൻ പോയോ? പറയുന്നതിനൊന്നും ഒരു പരസ്പര ബന്ധമില്ലല്ലോ. നീ ഇവിടുത്തെ ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കണ്ട. അതന്നെ തന്നെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടി വെക്കുന്നതിന് പകരം നമ്മളിങ്ങനെ ടോപ്പിക്ക് മാറ്റി വളവളാന്ന് സംസാരിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നേ. എടി, നീ എന്താ പറയുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ല. പിച്ചുമേ കേൾക്കാനേ എനിക്കൊട്ട് നേരമില്ല. അതെ അതെ അതെ, നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയട്ടെ. രഹസ്യമായിട്ട് തന്നെ പറയുന്നേ? ഇവിടെ എങ്ങും വേറെ ആരും ഇല്ലല്ലോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തോന്നിയതുപോലെ വലിച്ചു വാരിയിട്ടതേ ഞാനല്ല. പിന്നാരാ? അതല്ലേ രഹസ്യം. എന്ത് രഹസ്യം? അത് രഹസ്യമല്ലേ, പറയാൻ പാടില്ല. അതുകൊണ്ടാ എനിക്ക് പറയാൻ പറ്റാത്തെ. എങ്ങോട്ട് മാറ്. അല്ല, ഈ ജയരാമൻ എന്താ ഇവിടെ തന്നെ താമസിക്കാൻ പോവാണോ? അതിന് നിനക്കെന്താ പ്രോബ്ലം? എനിക്കങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. അല്ല, അയാൾ എപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണോ? അതൊക്കെ അവന്റെ ഇഷ്ടം. അവൻ ഇവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല. അവൻ സുപ്രിയയുടെ ബ്രദർ ആയതുകൊണ്ട് മാത്രമല്ല, ബേസിക്കലി അവൻ എന്റെ നല്ല ഫ്രണ്ടാ. ജയരാമൻ ഇഷ്ടമുള്ള അത്രയും നാളും അവൻ ഇവിടെ താമസിക്കും. ആടിപൊളി. അലുവയും ബീഫും പോലെ ഇരിക്കും. നിങ്ങൾക്ക് അവൻ ഫ്രണ്ട്, പക്ഷെ അവന് അവസരം കിട്ടിയാ അയാള് നിങ്ങളെ ജയിലിലാക്കും. അത് പറ്റിയില്ലെങ്കിൽ അയാള് ചിലപ്പോ നിങ്ങളെ കൊന്നെന്നും വരും. എന്റെ ഈശ്വരാ, ഇത് ഞാൻ ഈ ഹിറ്റ്ലറിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുവോ എന്തോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ജയരാമനോട് നല്ല സ്നേഹമായിട്ട് പെരുമാറണം. നിന്റെ ഒരുമാതിരി സ്വഭാവം എടുക്കരുത്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഹിറ്റ്ലർ വിശ്വസിക്കില്ല. എന്തായാലും ജയരാമന്റെ കെണിയിൽ നിന്ന് ഈ ഹിറ്റ്ലറെ രക്ഷിക്കണം. അയാൾ ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നത് തന്നെ DK ചതിക്കാനാ. അയാൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോ DK ഈസി ആയിട്ട് അതങ്ങ് വിശ്വസിച്ചു. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, DKക്ക് ജയരാമനെ അത്രയ്ക്ക് വിശ്വാസാ? വിശ്വാസമില്ലാത്ത ജയരാമനല്ല, നിന്നെയാ. ഇതുപോലെ തലതിരിഞ്ഞ കാര്യങ്ങൾ നീ മാത്രമേ ചെയ്യൂ. എന്നിട്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലേ? എന്തിനാണാവോ ഭവാൻ ഈ പ്രജയോട് ക്ഷമിച്ചത്? ഓരോന്നിനും അടിസ്ഥാനപരമായ ഓരോ സ്വഭാവമുണ്ട്. അത് ജീവിതത്തിൽ മാറ്റാൻ പറ്റില്ല. അതിന്റെ പേരിൽ അവരോട് വഴക്കിട്ടാൽ നമ്മുടെ എനർജി കളയാമെന്ന് മാത്രം മിച്ചം. ഉദാഹരണത്തിന്, തേള് തൊട്ടാൽ കുത്തും, പാമ്പ് ചവിട്ടിയാൽ കടിക്കും, പോത്തിന് മുമ്പിൽ ചെന്നാലോ കൊമ്പ് വെച്ച് കുത്തും. ഇതൊന്നും മാറ്റാനേ പറ്റില്ല. അതുപോലെയാ നിന്റെ മണ്ടത്തരങ്ങളും. അത് ഈ ജന്മത്ത് മാറ്റാൻ പറ്റില്ല. ഈ വീട്ടിൽ എന്ത് നടന്നാലും എന്നെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ ശീലം. ഞാൻ സഹിച്ചും ക്ഷമിച്ചും ഹെൽപ്പ് ചെയ്യാന്നൊക്കെ വിചാരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് ശരിയല്ല ഹിറ്റ്ലറെ. ഇത് എന്റെ ആറ്റിറ്റ്യൂഡാണോ? നിനക്ക് ബുദ്ധിയില്ല, തലച്ചോറുമില്ല. ഇനി ഈ ജന്മത്ത് അത് ഉണ്ടാവാനും പോകുന്നില്ല. ആഹാ, എന്നെ ചീത്ത പറയുന്നോ? ബുദ്ധിയും തലച്ചോറും ഇല്ലാത്ത എനിക്കാണോ? ആണോന്ന് ഇപ്പൊ കാണിച്ചിരവേ. ഇതിവിടെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാ ഒരു പീരിയോഡിക് സിനിമയ്ക്ക് സെറ്റിട്ട പോലെ ഇരിക്കും ഈ വീട്. അതെ, ഇതല്ലാതെ ഇത് കൂടുതൽ എന്താ ഈ വീട്ടിൽ നടക്കുന്നത്? ഒന്നുമില്ല. ഞങ്ങള് അടിമകളെ പോലെ ഈ വീട്ടിൽ പണിയെടുത്ത് ചാവുന്ന മിച്ചം. നിങ്ങൾ കുറച്ചുനേരം ആ ജ്യോതിയുടെ കൊതിയും നുണയും പറയുന്ന പാട്ടങ്ങ് മാറ്റിവെക്കും. എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. ഈ വീട്ടില് നമ്മൾ അറിയാത്ത ഒരു രഹസ്യമുണ്ട്. രഹസ്യോ? എന്ത് രഹസ്യം? എനിക്കാണെങ്കിൽ രഹസ്യം പറയുന്ന കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പറ ചേച്ചി, നമ്മുടെ വീട്ടിൽ എന്താ നടക്കണേ? ആരുടെ കാര്യമായ ഉദ്ദേശിച്ചേ? ജയേട്ടന്റെ കാര്യം. ജയേട്ടനോ? ജയേട്ടൻ എന്ത് രഹസ്യം ഇവിടെ ഉള്ള? സുപ്രിയാന്റിയുടെ സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ വല്ലപ്പോഴും വന്ന് കുറച്ചു ദിവസം താമസിക്കും. അല്ലാണ്ട് അദ്ദേഹത്തിന് എന്ത് രഹസ്യം ഇവിടെ? നിങ്ങൾ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ജയേട്ടൻ ഈ വീട്ടിൽ വന്ന നിമിഷം മുതൽ ജ്യോതിയിൽ എന്തോ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നുവെച്ചാ
എന്റെ ബലമായ സംശയം ആ ജ്യോതിക്ക് ജയേട്ടന് പേടിയുണ്ടെന്നാ. ചില സമയത്ത് അവർ തമ്മിൽ സംസാരിക്കുമ്പോ അവള് വളരെ പേടിയോടെയാ ജയേട്ടനോട് സംസാരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ രഹസ്യമായിട്ടാ അവര് സംസാരിക്കുന്നത്. പക്ഷെ ജയേട്ടൻ ഈ വീട്ടിൽ വന്നിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അവർ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. പിന്നെന്താ അവർ തമ്മിൽ പ്രശ്നം? നീ പറഞ്ഞതൊക്കെ എനിക്കും അറിയാം. പക്ഷേ നമ്മളുള്ളപ്പോ ഒരു രീതിയിലും നമ്മൾ പോയി കഴിഞ്ഞ് മറ്റൊരു രീതിയിലും അവര് സംസാരിക്കുന്നത്. എനിക്കത് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രഹസ്യം നമുക്ക് കണ്ടുപിടിക്കണല്ലോ മായച്ചി. കണ്ടുപിടിക്കണം. ജ്യോതിയോ ജയേട്ടനോ ഇവരിൽ ആരെയാണ് പേടിക്കുന്നത് അല്ലെങ്കിൽ പേടിപ്പിക്കുന്നത്? ഇത് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. മായച്ചി പറഞ്ഞത് ശരിയാ. അങ്ങനെ അവര് തമ്മിൽ സംസാരിക്കുമ്പോ ഒരു പേടി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു രഹസ്യം ഉണ്ടായിരിക്കും. അത് ഉറപ്പാ. ഒരുപാട് നാളിങ്ങോട്ട് വരാതിരുന്നിട്ട് ജയേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ആ രഹസ്യം തേടിയാണെങ്കിലോ? എന്തായിരിക്കും ആ രഹസ്യം? ആ രഹസ്യം എന്തായാലും അത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ 3 പേരും അതിന് പരിശ്രമിക്കണം. ചേച്ചി, ഡൺ. ഹലോ ചേട്ടാ, ഈ കാലൊന്നും എടുത്തേ. പറ്റില്ല. അതെന്താ? അപ്പൊ എനിക്ക് കിടക്കണ്ടേ? എനിക്കറിയില്ല. ബെസ്റ്റ്. നിങ്ങൾ ഈ കാലൊന്ന് മാറ്റിക്കേ. നടക്കില്ല. ഇത് അന്യായമാണ്. ആവാം. കഷ്ടമാണ്. കറക്റ്റ്. നിങ്ങൾ ഒരു സാഡിസ്റ്റാ. യെസ്, അതെ. ആക്ച്വലി നിങ്ങൾ ഈ കാലൊന്ന് ഈ മാറ്റി. കഥ പറയുന്നത് നിർത്തി നിന്റെ പാട്ടിന് പോവാൻ നോക്ക്. പോവാനോ? നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഹേ. നിങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ മാന്യമായിട്ടല്ലേ പെരുമാറിയത്? സ്നേഹത്തോടെയല്ലേ നോക്കിയത്? എന്റെ ബെഡ് നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ താഴെ കിടന്നില്ലേ? നിങ്ങൾ അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എപ്പോഴേ മറന്നു. അതെ, ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന നിങ്ങളുടെ ഒരുമാതിരത്തെ ഈ നിർത്തുന്നുണ്ട് സുവിശേഷം. നിർത്തിയില്ലെങ്കിൽ എന്തായി കാണിക്കുന്നേ? വാ, കാണിച്ചു തരാം. അയ്യോ, നല്ല കുടുംബത്തിൽ ജനിച്ച അന്തസ്സുള്ള സ്ത്രീകളൊക്കെ അങ്ങനെ തന്നെ. നിങ്ങളുടെ ഭാര്യ ചിലപ്പോ നിങ്ങളെ ചെറുത്താനായിട്ട് കാണുന്നുണ്ടാവും. അതിനിപ്പോ എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഈ മോന്തയും സ്വഭാവവും ഒക്കെ കണ്ട അങ്ങനെയല്ലേ തോന്നും. ഞാൻ ചെകുത്താനോ ഭൂതോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ വരയ്ക്കുന്ന കളത്തിൽ DK ഞാൻ വരുത്തും. അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്യും. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. DKക്കെതിരെ ഒരു തെളിവ് പോലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതുപോലെ തന്നെയായിരുന്നു സുപ്രിയ. DK അന്ധമായിട്ട് വിശ്വസിച്ചു. ഒടുവിൽ പക്ഷേ അവൻ അവളുടെ ജീവനെടുത്തു. അവൻ നിന്റെയും ജീവനെടുക്കും. സൂക്ഷിച്ചോ. ഓ, ഇത് വലിയ ശല്യം. കൊണ്ടുപോടോ തന്റെ പുതപ്പ്. DKയെ കുറിച്ച് ഇത്ര ദുഷിപ്പ് പറയാൻ തനിക്ക് എങ്ങനെ പറ്റുന്നു? ഭയങ്കരം തന്നെ. നിന്റെ വിധി നീ തന്നെ അനുഭവിക്കും. അതൊക്കെ ഞാനങ്ങ് അനുഭവിച്ചോളാം. എന്നാലും നിങ്ങൾ പിന്നിന്ന് ചതിക്കുന്നത് പോലെ ഞാൻ DKയെ ചതിക്കില്ല. ഒരു CV വന്നിരിക്കുന്നു. ഉടായിപ്പ്. എന്നാലും ഇയാള് പറഞ്ഞതിൽ കാര്യമില്ല. അതില്ല. ആ
ഹിറ്റ്ലർ ഇത്രയ്ക്ക് ദുഷ്ടനാണോ? ഞാൻ ഈ തണുപ്പത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി. ഈ ഉടായിപ്പ് CBI-കാരൻ വരെ വന്നു. എന്നിട്ടും ആ ഹിറ്റ്ലർ ഒന്നും വന്നില്ലല്ലോ. നീ വരുവോ? എന്റെ ഹിറ്റ്ലറെ നേരൊന്ന് വെളുത്തോട്ടെ. ആവിയിലിട്ട് പുഴുങ്ങി തരാ ഞാൻ. ജ്യോതി, ജ്യോതി, ഇനി ബേക്കറി കയറി. ഹിറ്റ്ലറെ രാവിലെ മുന്നേ വന്നു ബേക്കറിക്കാരെന്ന് വിളിക്കുന്നോ? മര്യാദക്ക് നിന്റെ പേര് വിളിച്ചപ്പോ എഴുന്നേറ്റില്ല. ബേക്കറിക്കാരെന്ന് വിളിച്ചപ്പോ വെടി കൊണ്ട പന്നിയെ പോലെ എണീറ്റു. എന്നെ ബേക്കറിക്കാരെന്ന് വിളിച്ചാണ്ടല്ലോ എനിക്ക് ദേഷ്യം വരും, പറഞ്ഞേക്കാം. അതിപ്പോ ഏത് ഉറക്കത്തിലായാലും. നിനക്ക് കോഫി വേണം? അയ്യോ, ഇതെന്ത് മറിമായം! എനിക്ക് രാവിലെ കോഫി ഉണ്ടോന്നോ? കാക്ക വല്ലതും മലർന്നു പറക്കുന്നുണ്ടോന്നേ? സോറി 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 സോറി. സ്വപ്നാണോന്ന്? രാത്രി മുഴുവൻ തണുപ്പത്ത് കിടന്നല്ലേ, അതുകൊണ്ട് കൊണ്ടുവന്നാ. ഓ, അതുകൊണ്ടാണോ കാപ്പിയും പുതപ്പും ഒക്കെ കൊണ്ടുവന്ന്? അതെ, കുറച്ച് മനുഷ്യത്വം കാണിക്കാന്ന് കരുതി. ഇതാണോ മനുഷ്യത്വം? രാത്രി ഞാനിവിടെ എത്ര പേടിച്ചാ കിടന്നുറങ്ങിയെന്നറിയോ? ഓഹ്, അതിന്റെ കൂടെ ഒടുക്കത്തെ തണുപ്പും. ആ മുറിയിൽ നിന്ന് എന്നെ ചവിട്ടി ഇറക്കിയിട്ട് സമാധാനത്തോടെ എങ്ങനെ നിങ്ങൾക്ക് അവിടെ കിടന്നുറങ്ങാൻ കഴിഞ്ഞു? രാത്രി എപ്പോഴെങ്കിലും എന്നെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ വരുമെന്ന് ഞാൻ കരുതി. തണുത്ത് വരച്ച് ഞാൻ ഇവിടെ ചത്തു വരുന്നെങ്കിൽ നിങ്ങൾ എന്റെ എഴുതേനെ എടുത്തു കുഴിച്ചിടും. ഈ വീട്ടിൽ വേറെ ഒരു ആ സഞ്ചി കഴുത്തിലിട്ടാലേ കുറച്ചുകൂടി നന്നായിരിക്കും. അതെ, ഞാനിവിടെ ഒരു മീറ്റിംഗിനുള്ള പ്ലാനില്ല. ദേവി ഇത് എന്നെ ശല്യപ്പെടുത്താതൊന്ന് പോ. ഞാൻ അവിടെ താഴെ ഇരുന്ന് തുമ്മിയപ്പോ നിങ്ങളുടെ മരുമക്കളെല്ലാം എസ്കേപ്പായി. നീ ഒരു കാര്യം ചെയ്യ്, ഈ വീടിന്റെ മുകളിൽ കയറി നിന്ന് തുമ്മ്. എന്നിട്ട് ജലദോഷം തുമ്മലും ഒക്കെ കുറഞ്ഞിട്ട് താഴോട്ടിറങ്ങിയാ മതി. ആദ്യം നീ മുറിയുന്നു പോ. ഗെറ്റ് ഔട്ട്. എന്നോടാണോ അതോ ജലദോഷത്തിനോടാണോ ഇപ്പൊ ഗെറ്റ് ഔട്ട് പറഞ്ഞേ? നിന്റെ മൂക്ക്, നിന്റെ തുമ്മൽ, നിന്റെ സഞ്ചി എല്ലാം ഗെറ്റ് ഔട്ട്. ഔട്ട് ഔട്ട്. എന്തോന്ന് തുമ്മലോ എന്തോ. ഹായ്. ഓ,
നമ്മളെ എന്താ ദിസ് ഇസ് കഷായം. ആർക്ക്? അമ്മയുടെ മോനാ? നോ 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 നോ, ഫോർ യു. എനിക്കോ? എന്തിന്? ബേട്ടി, വാട്ടർദോഷം പിടിപെട്ട് ഇവിടെ മുഴുവൻ തുമ്മി തുമ്മി നടക്കുന്നതേ നീയല്ലേ? അപ്പൊ നീ വേണം ഈ കഷായം കുടിക്കാൻ. നോ 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 നോ, എനിക്ക് വേണ്ട കഷായം. ഭയങ്കര കയ്പാതാ. അത് പറഞ്ഞാൽ പറ്റത്തില്ല ബേട്ടി. യു ഡ്രിങ്ക് ദിസ് കഷായം. എല്ലാം സോൾവ് ആവും. ഒറ്റ പുള്ളിൽ അങ്ങോട്ട് കുടിച്ചാ മതി. പുള്ള? ആ, ഒറ്റ വലിക്കാൻ കുടിച്ചാ മതി. ദാ, കുടിച്ചേ. എനിക്ക് വേണ്ടമ്മ, പ്ലീസ്. കുടിച്ചേ പറ്റത്തുള്ളൂ. കുടിച്ചേ. അയ്യോ വേണ്ടമ്മ, പ്ലീസ്. കുടിക്ക്. അത് പറ്റില്ല. Please, ബേട്ടി, അമ്മ, ബേട്ടി, please, please, കുടിക്ക്. please, ബേട്ടി, വേണ്ടമ്മ. തുമ്മൽ പോട്ടെ. ദാ കുടിച്ചേ. അയ്യോ വേണ്ട, ഭയങ്കര അമ്മയുടെ കയ്പാ, മോളല്ലേ, അമ്മ. കുടിക്ക്. അവിടെ അയ്യോ, അമ്മ, നിൽക്കാൻ. please, ദാ അമ്മ. കുടിച്ചേ. അമ്മ, please, എനിക്ക് ഇഷ്ടമല്ല. കുടിക്ക്. അയ്യോ, എനിക്ക് ബേട്ടി, വേണ്ടമ്മ. തുമ്മൽ പോട്ടെ. കുടിക്ക്. കുടിക്ക മാട്ടേനെ. നീ എന്നാ പണ്ണുവേ? നിന്നെ ഞാൻ കുടിപ്പിക്കും. നീ എന്നെ പണ്ണുവേ. കുടിക്ക് മോളെ. ഓടിക്കളയോ? മോളെ, നിക്ക് മോളെ. അയ്യോ. മോളെ, നിക്ക്. ജ്യോതി, നിക്ക് മോളെ. വേണ്ടമ്മ, വേണ്ട, വേണ്ട, പ്ലീസ്. അയ്യോ, എനിക്ക് വേണ്ടമ്മ. ഇല്ല, അമ്മേ. ഹായ്. ആ, ഇത് കുടിക്ക് ബേട്ടി, കുടിക്ക്. കാല് തെറ്റി വീണല്ലേ? ആ, അതെ, മനഃപൂർവ്വം അല്ല. കുഴപ്പമൊന്നുമില്ലല്ലോ. ഭാഗ്യം ഇല്ല. എനിക്ക് പോണി ബേക്കറിക്കാരി. എന്താ ബേട്ട ഇത്? ആ, എന്റെ ബേട്ടിയെ വഴക്ക് പറയാതടാ. മൈ സ്വീറ്റ് കേളല്ലേ അവള്. മോളെ, ഇത് കുടി. മോളുടെ വാട്ടർദോഷം മുഴുവൻ മാറും. അമ്മ എന്താ പറയുന്നത്? എടാ, വാട്ടർ എന്ന് വെച്ചാ ജലം. അപ്പൊ ജലദോഷം എന്ന് പറഞ്ഞാ വാട്ടർദോഷം എന്നല്ലേ? മോളെ, കുടിക്കും മോളെ, കുടിക്ക്. എനിക്ക് വേണ്ട അമ്മ. കുടിക്കും മോളെ. ഞാനല്ലേ പറഞ്ഞ ജലദോഷം എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ. കുടിക്കും മോളെ. ഭയങ്കര കയ്പാ അമ്മ. അമ്മയല്ലേ പറയുന്നത്? Please, കുടിക്കും please. മോളെ. അയ്യോ, കുടിക്കും എനിക്ക് മോളെ. തലവേദനിക്കും അമ്മ. കുടിക്കുമ്പോ തലവേദനിക്കും. കുടിക്ക്. അയ്യോ, എനിക്ക് കുടിക്കാൻ കുടിച്ചാ മതി. അയ്യോ, എനിക്ക് വേണ്ട. മോളെ, പറയുന്നത് Please, കേൾക്ക്. അമ്മ. കുടിക്കും മോളെ, കുടിക്ക്. അയ്യോ, വേണ്ട, വേണ്ട. Stop it. കുടിച്ചാ മതി. ഞാനിവിടെ ജോലി ചെയ്യുന്നത് കാണുന്നില്ലേ? കഷായം. അത് കുടിച്ചെന്ന് വെച്ചാൽ ഒന്നും